കേരള വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വിജയവീതി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുപോയി വ്യവസായം ആരംഭിച്ച് അത് വിജയിപ്പിച്ച ഒട്ടനവധി പേർ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു, പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഗോവയിലാണ്. വളരെ വ്യത്യസ്തമായ മേഖലയിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ മാവേലിക്കരയിൽ നിന്നും ഗോവയിലെത്തി ബിസിനസ്സിലൂടെ PWD കോൺട്രാക്ടറായി സപ്ലയറായി ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്ന പ്രസാദേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രസാദേട്ടൻ മാവേലിക്കരയിൽ നിന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി. 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ എത്തി. പ്രസാദേട്ടൻ നാട്ടിൽ അച്ഛൻ എന്തായിരുന്നു പണി? എൻ്റെ അച്ഛന് ബിസിനസ്സായിരുന്നു. എന്ത് ബിസിനസ്സായിരുന്നു? സ്റ്റേഷനറി. 20 വർഷങ്ങൾക്ക് മുമ്പ് ഗോവയിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അങ്ങനെ പഠിത്തം കഴിഞ്ഞ് നിന്നപ്പോൾ തോന്നി എവിടെയെങ്കിലും പുറം നാട്ടിൽ പോയി ജീവിക്കണമെന്ന് തോന്നി. എനിക്ക് ചെറുപ്പകാലം തൊട്ടേ ഒരു ഇതുണ്ടായിരുന്നു, ബിസിനസ് ചെയ്ത് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കും. അച്ഛൻ ബിസിനസ് ചെയ്യുന്നത് നോക്കി കണ്ട് അല്ലേ? അങ്ങനല്ല, അല്ലെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് എനിക്ക് കുട്ടിക്കാലം തൊട്ടേ മോഹമായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഈ ഗോവ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരുന്നു? എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, സിസ്റ്ററും അളിയനും ഇവിടെ ഉണ്ട്, ബ്രദറിൽ. അവർ കാരണം ഞാൻ ഗോവയിലോട്ട് വന്നു. ഗോവയിൽ ആക്ച്വലി ഞാൻ വന്നത് നേവി ചേരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ശരി. അപ്പോൾ ഒരുപാട് അന്ന് കേരളത്തിൽ തൊഴിലില്ലായ്മ വളരെ കൂടുതലുള്ള കാലഘട്ടമാണ് അല്ലേ? അന്ന് തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയം. കാരണം എല്ലാവരും പുറം സ്ഥലങ്ങളിലേക്ക് ജോലി തിരക്കി പോകുന്ന കാലഘട്ടം. ഒരുപാട് പേര് ഗൾഫ് മേഖലയിൽ പോകുന്നു, ഒരുപാട് പേര് ബോംബെയിലേക്കും. അങ്ങനെ ഗോവയെ ബിക്കോസ് സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഗോവയിലേക്ക് വന്നു. ഗോവയിൽ വന്നപ്പോൾ അന്ന് എന്തൊക്കെയായിരുന്നു പ്രസാദേട്ടൻ്റെ സ്വപ്നങ്ങൾ? ഗോവയിൽ വന്നപ്പം സ്വപ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ അതുപോലെ ജീവിക്കണമെന്ന് തോന്നി.
ഇവിടുത്തെ ഓരോരുത്തരും ജോലി ചെയ്യുന്ന ഒരു ഗോവയെ സംബന്ധിച്ചിടത്തോളം ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ടൂറിസവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ടൂറിസം മേഖലയായിട്ട് ബന്ധപ്പെട്ട PWD, അതായത് റോഡുകളുടെയും മറ്റുള്ള കാര്യങ്ങൾ പൊതുമരാമത്തുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. അപ്പോൾ ഈ ഇപ്പോൾ സബ് കോൺട്രാക്ടറാണോ ഡയറക്റ്റായിട്ട്? ഞാൻ ഡയറക്റ്റ് കോൺട്രാക്ട്. എന്തൊക്കെയാണ് ഞാൻ റോഡ് വർക്ക് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഈ റോഡിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പെൻഡിങ് ഒക്കെ ഉണ്ടാവാറുണ്ടോ, ഈ ക്യാഷ് പെൻഡിങ്? ബില്ല് കിട്ടാൻ ഇപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പൈസ കിട്ടുമായിരുന്നു. ഇപ്പോൾ വളരെ ഡിലേ, 1 വർഷം കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു എങ്ങനെയാണ് അത്, കൊട്ടേഷൻ കൊടുക്കുകയാണോ റോഡ് പണിക്ക് വേണ്ടി? ടെൻഡറാണ്. അപ്പോൾ ഒരുപാട് പേര് ആ മേഖലയിൽ ഉണ്ടാവില്ല, ഒരു ടെൻഡർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോമ്പറ്റീഷൻ ഇപ്പം നേരത്തെ പണ്ട് ഗോവയിൽ കോമ്പറ്റീഷൻ കുറവായിരുന്നു, നമുക്ക് എബോ റേറ്റിൽ ടെൻഡറുകൾ കിട്ടുമായിരുന്നു. ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ബിലോ റേറ്റിൽ പണിയെടുക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടെൻഡർ പിടിക്കുമ്പോൾ തന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിലേക്ക് പിടിക്കുന്നു. കൂടുതലും തൊഴിലാളികൾ ഇത് മറ്റ് സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയുള്ള എൻ്റെ കൂടുതലും വർക്കേഴ്സ് മറാഠി, പിന്നെ കന്നഡ. അപ്പോൾ ഈ ഒരു റോഡിന്റെ ഒരു പണിക്ക് ഒരു പ്രത്യേക കാലയളവുണ്ടല്ലോ, ഇത്ര 6 മാസം. 6 മാസത്തിനകത്ത് തീർത്തു കൊടുക്കണം അല്ലെ എങ്ങനെ എന്നുള്ള? 6 മാസം തീർത്തു. ആ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ മാൻ പവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇല്ല, പണ്ടായിരുന്നെങ്കിൽ പണ്ട് ഈ ഓട്ട് മിക്സ് വർക്കുകളൊന്നും ഇല്ലായിരുന്നു, വെറും ഫുൾ ഗ്രോട്ട് വർക്ക് മാത്രം. അതിനും ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി, ഇപ്പം മിഷനറികളെ വന്നു. ഇപ്പം ഹോട്ട് മിക്സ് റോഡുകളാണ് കൂടുതലും ഇപ്പോൾ ഗോവയിൽ. തീർച്ചയായും. അപ്പോൾ ഈ എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ ഹയറിന് എടുക്കുമോ അതോ? അല്ല, എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതൊക്കെ ഹോട്ട് മിക്സ് പ്ലാന്റ്, പേവർ, റോളർ എല്ലാം സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ എത്ര തൊഴിലാളികളാണ് പ്രസാദമായിട്ട് വർക്ക് ചെയ്യുന്നത്? എൻ്റെ അടുത്ത് ഇപ്പം 300 തൊഴിലാളികൾ മൊത്തം വർക്ക് ചെയ്യുന്നു, എല്ലാ സ്ഥലത്തും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ അത് ദേശീയ മറ്റേ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതോ ഗോവ ഗവൺമെന്റിന്റെ പണിയെ കൂടുതൽ എടുക്കുന്നത്? അപ്പോൾ അത് ഏറ്റവും കൂടുതലും നല്ല രീതിയിൽ ഷോർട്ട് ടൈമിൽ അവർ പറയുന്ന ടൈമിനുള്ളിൽ തീർത്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മുൻപരിചയം സത്യം പറഞ്ഞാൽ എങ്ങനെയായിരുന്നു അത്? കാരണം ഞാൻ ആദ്യം എൻ്റെ ബ്രദറിലെ കോൺട്രാക്ടറായിരുന്നു. പുള്ളി ഗോവയിലെ വലിയൊരു കോൺട്രാക്ടറാണ്. പുള്ളിയുടെ അടുത്ത് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ. ശരി. കാരണം പുള്ളി അന്ന് ഗോവയിലേക്ക് വരുന്നത് ഒരു ജോലിക്ക് ആദ്യം ജോലിക്കാരനായിട്ടല്ല വന്നത്, ഞാൻ നേവി ചേരാനായിട്ടാണ് ഗോവ വരുന്നത്. നേവി കിട്ടി, പക്ഷേ എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തിരിച്ചു പോരേണ്ടി വന്നു. അവിടെ ജോലി ചെയ്തിട്ട് മതിയാക്കി പോന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരത്തെ ബിസിനസ് ചെയ്യുന്നതിനോട്, ഒരു ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു.